ഇന്നത്തെ നാട്ടുകൂട്ടമായി എത്തിയിരിക്കുന്നത് ആറന്മുളയിൽ നിന്നും ദ പാണ്ഡവാസ്. ഈ പാണ്ഡവാസിനെ പ്രത്യേകം പറയണം, കാരണം വഞ്ചിപ്പാട്ടുകളാണ് ഇവര് പാടുന്നത്. ഇന്ന് നമുക്ക് വഞ്ചിപ്പാട്ട് കേൾക്കാം. അവരോടൊപ്പം ക്യാമറ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വഞ്ചിപ്പാട്ടുകാരനാണ്. ഹലോ അർജുൻ സാരഥി. ഹായ് അർജുൻ. അർജുൻ ഹലോ. അപ്പൊ മാഷേ, ഇന്ന് പാടാനൊക്കെ റെഡിയാണോ? ആദ്യം നമുക്ക് കുറെ ചിരിക്കാം. ചിരിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് അങ്ങ് പാട്ട് പാടാം. മക്കളെ, അവന് എത്ര വയസ്സായി? 3.5. അല്ലല്ല, അതറിയാമോ, ഞാൻ പറയും എന്റെ കാര്യങ്ങൾ വേറെ ആരും പറയണ്ടെന്ന്. പാടാൻ അറിയാമെങ്കിൽ എനിക്ക് ബാക്കി കാര്യങ്ങളും പറയാൻ അറിയാം. ഏതാ? നമുക്ക് കേൾക്കണം കേട്ടോ. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, വഞ്ചിപ്പാട്ടുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ അർജുൻ മോന്റെ പാട്ടും നമുക്ക് കേൾക്കാം. അതുണ്ടെങ്കിൽ ഞങ്ങള് ലാസ്റ്റ് വരെ ഇരിക്കണം അല്ലേ? നമ്മള് ലാസ്റ്റ് നമ്മുടെ അർജുന്റെ പാട്ട് നമുക്ക് കേൾക്കാം. പാറൂന്ന് അവിടെ ബാറ്റ് കളിക്കാൻ പോയി. അപ്പൊ സ്കൂളിൽ പോയിട്ട് അവിടെ ബാറ്റ് കളിക്കാൻ പോകും. നമുക്കത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. അത് മാത്രമല്ല, പാറു നോട്ട് ദ പോയിന്റ്. അല്ലല്ല മക്കളെ, എന്റെ വീടിനടുത്താണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്, നേമത്ത്. ഞാൻ സംസാരിക്കാം. പാറൂന്നത്തെ ഷൂട്ട് ചെയ്യാൻ ഇവർ പാട്ട് പാടി അവിടെ അമ്പലത്തില്ല. അപ്പൊ വിഷയം സാംസ്കാരിക മന്ത്രിയായിട്ട് സംസാരിക്കാം. അത് വേണ്ടി വരും. വിഷയം വേറെ ലെവല് പോയിക്കൊണ്ടിരിക്കും. അപ്പം അതെല്ലാം നമുക്ക് പരിഹരിക്കാം. നമുക്ക് ആദ്യം ഇപ്പൊ സ്കിറ്റ് കാണുന്നതിനെ പറ്റി അർജുന്റെ അഭിപ്രായം എന്താണ്? അവിടെ നമുക്കിവിടെ വരണം. നമുക്കിവിടെ വന്നിട്ട് കുറച്ച് വർത്താനൊക്കെ പറയാനുണ്ട്. അയ്യോ, ഇനി അതും ഉണ്ടോന്നാണോ? ഇല്ല, അവൻ പാർവതിയിൽ നിൽക്കണേ ഉള്ളൂ. പാട്ട് ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അമ്പടല് മാത്രമില്ല. ആ മതി. അപ്പൊ എന്തായാലും അർജുൻ മോനെ മോൻ പാട്ട് പാടുന്നത് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന എന്തിനാന്നറിയോ? അർജുന്റെ സൗണ്ട് കേൾക്കാനാ. അങ്ങനെ പാട്ട് തുടങ്ങിയാലോ? നല്ലൊരു കൈ എടുക്കാം. അവിടെ ഇതല്ലേ കണ്ണ പൊന്നു കണ്ണ തിരുവാറന്മുളെ കണ്ണ കണ്ണ പൊന്നു കണ്ണ തിരുവാറന്മുളെ കണ്ണ തകല ധീരകലോ തകധീയതിത്തോ ദിത്തോ ദിഗിതോ കട്ടിലു കണ്ണ അതില്ലേ അവിടെ പുട്ടുമില്ലാതല്ല. അതെന്ത് പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ല. കണ്ണിലു കണ്ണായ കണ്ണ കാത്തു കൊള്ളേനെ. കണ്ണീനു കണ്ണായ കണ്ണ കാത്തുകൊള്ളണേ. അമ്പാടി ഞാൻ മുണ്ട് കൊടുത്തു. അമ്പാടി തന്നെ. അമ്പാടി തന്നെ യോരുണ്ണിയുണ്ട ഞാനെ. അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ. ഉണ്ണിക്കോ പേരുണ്ണി. ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണരന്തങ്ങ. ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണ
ദൈതോ ഉണ്ണി ചൂടുണ്ണി കൂയുണ്ടെങ്ങൻ ഉണ്ണിക്കോരുണ്ണിക്കുഴലുമുണ്ടങ്ങനെ വിശ്വന തന്നായതിന്റെ വിശ്വനാഥനായതിന്റെ വിശ്വനാഥനായതിനെ വിശ്വസിച്ച് ഉന്നോണങ്ങൾ വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ ആസനം മറ്റാരുളില്ലൻ ആസനം മറ്റാരുളില്ലൻ ആസനം മറ്റാരുളില്ല അച്യുതനാദൈ ആശ്രയം മറ്റാരുമില്ലൂതനാണേ ഓ ദൈവൈ തകത ധീതകതോ തകധീയതിത്തോ ദിത്തോ ദിഗിതോ കോടിന്റെ തിമ്മതകത്തി തൊടാടി ഗോവിന്ദ അടി ഗോവിന്ദ അടി ഗോവിന്ദ ഓ ഒരു മിനിറ്റ് അവര് പോവാ ലയൺ കിങ്ങിന്റെ പോലെ പരിപാടി കഴിഞ്ഞാൽ നിക്കൂല ഇവിടെ പരിപാടി പരിപാടി കഴിഞ്ഞാ അടുത്ത പരിപാടിക്ക് പോണം അല്ലേ? ഇവരിലാരെങ്കിലും തെറ്റിച്ചോ മോനെ ഇതില് ആര് അച്ചുണ്ട് അവൻ തന്നെ തെറ്റിച്ചു അർജു നേരത്തെ ഒരു പാറുവിന്റെ കാര്യം പറഞ്ഞില്ലേ? ആയ് ആരാ അർജു പാറു? അച്ചപ്പച്ചി മോൾ അച്ചപ്പച്ചീന്റെ മോളാണോ? ആണോ? ഇതൊക്കെ എങ്ങനെ പഠിച്ചേ? ഞാൻ കാട്ടി പഠിച്ച വീട്ടിലാരെങ്കിലും പാടുവോ? ആ വീട്ടിൽ പാടുന്നു വീട്ടിൽ പാടത്തില്ലേ? ചെന്നിത്തല പള്ളിയോട് ചെന്നിത്തല പള്ളിയോടം പള്ളിയോടം അത് കേട്ട് പഠിച്ചാ അത് ഇനി അങ്ങോട്ട് ഇങ്ങനെ പാടി 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 കയറി പോണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും പുതിയ ജനറേഷൻ പിള്ളേര് വന്നു, പഴയ കേരളത്തിന്റെ ആ ഒരു കൾച്ചർ ഇല്ല എന്നൊക്കെ പറയെങ്കിലും ഇവൻ അതിന്റെ ഒരു വലിയ ഫാക്ടറാണ്. കേരളത്തിന്റെ ആ കൾച്ചർ അതുപോലെ നിലനിന്ന് പോകുന്ന മക്കളുണ്ട്. പക്ഷെ അർജുന്റെ കൂടെ ഞാൻ വേറെ ഒരു വലിയ കാര്യം പറയാം. ഈ നമ്മുടെ പാണ്ഡവാസ് ഇല്ലേ, ടീം പാണ്ഡവാസ്, വലിയൊരു കൈയടി, സൂപ്പർ സപ്പോർട്ട്. അച്ഛന്റെ പേരെങ്ങനെയാ? എന്റെ പേര് വിനീത് എന്നാണ്. വിനീത്. അമ്മയുടെ പേരെന്നാ? വീണ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ ചേച്ചിയും കൂടെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ്. വീണയും വന്നിട്ടുണ്ട്, എന്റെ അമ്മയും വന്നിട്ടുണ്ട്, വീണയുടെ അച്ഛനും വന്നിട്ടുണ്ട്. അവരെയും കൂടെ അമ്മയെ സമാധാനിപ്പിക്കുന്നത്. അല്ല, അമ്മ വിഷമിക്കണ്ട, മോൻ ഓക്കെയാണ്, നന്നായിട്ട് ചെയ്തു. എന്തായാലും ചേച്ചി വിതൗട്ട് എനി ഡൗട്ട് എനിക്കൊരു കാര്യം ഇതെന്ന് ഉറപ്പിക്കാം. നമ്മൾ സാധാരണ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാന്നുള്ളൊരു നമ്മുടെ അർജുൻ കുട്ടിയല്ലേ ഇന്നത്തെ മെയിൻ. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ നമ്മുടെ അർജുനാണ്. കൺഗ്രാജുലേഷൻ. സ്വന്തമായിട്ട് വിസിലടിച്ച് ഹാപ്പി ആയോ? ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ അർജുൻ സാരഥി. നേരെ നോക്കിക്ക് ഒരു കിരീടം വരുന്നത് കണ്ടോ? അവന് തെക്ക് നോക്ക. താങ്ക് യു. അർജുൻ മോന് ഒരു സമ്മാനം കൂടി ഉണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടി ഉണ്ട്. നോക്കി അടുത്ത സമ്മാനം നോക്കിയേ. അവരതിന്റെ ഉള്ളിൽ എന്താന്നൊക്കെ നോക്കണം. ഭയങ്കര എക്സൈറ്റഡ് ആ. ഒരു സിനിമ പാട്ട് പാടിക്കോ? എന്റെ കുട്ടിക്കാലം മുതൽ ലാലേട്ടനെയാണ്
ഇഷ്ടം. അപ്പൊ ഇവന് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നെഞ്ചിനകത്ത് ആ ഞാനിപ്പോ ലാലേട്ടനെ മെസ്സേജ് അയച്ചു. അർജുൻ, ലാലേട്ടൻ പറഞ്ഞു ബ്ലെസ്ഡ്, ഒരുപാട് അനുഗ്രഹം ലാലേട്ടൻ അയച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് ലാലേട്ടൻ പറഞ്ഞു. നെഞ്ചിനകത്ത് പാടും. ചെണ്ടിന്റെ അടുത്ത് ചിന്തി പിരിച്ച് കുണ്ട വടക്കി വിഷ വലിച്ച് ചോറ് തിറത്ത് പീപാവച്ച് ബൈക്കടത്ത് കിക്കറച്ച് ലലുട്ടൻ അവനെ ലാലൂട്ടനാണ്. So cute. അപ്പൊ എന്തായാലും ശ്രീ ചേച്ചി ലാലൂട്ടിലേക്ക് ഇത് എത്തിക്കണം. ലാലൂട്ടൻ അറിയണം ഞങ്ങളുടെ അർജുൻ മോൻ ഇവിടുന്ന് ലാലൂട്ടിന് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അളിയാ മോനെ, അളിയാ മോനെ. അപ്പൊ ലാലൂട്ടൻ ഹായ് പറഞ്ഞേ. ഹായ് പറ, ഹായ് പറ, ലാലേട്ടൻ. ഹായ്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ടീം പാണ്ഡവാസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു അർജുൻ.